نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കരമക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് മക്കളെ, എന്തൊക്കെയാണ്? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? എല്ലാവരും അടിപൊളിയാണോ? സെറ്റാണോ? പവറല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? കൂട്ടുകാരികളെ, ഇന്ന് നാം വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇന്ന് നാം വന്നിരിക്കുന്നത് EVSന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, അതായത് EVS പരിസര പഠന പരീക്ഷയ്ക്ക് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകാൻ പാടില്ല. നമ്മൾ പറയുന്ന ഭാഗങ്ങളിൽ നിന്നൊക്കെ ചിലതെന്നൊക്കെ ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ ഈ പ്രാവശ്യവും ഈ ഭാഗങ്ങൾ എന്തായാലും നിങ്ങൾ പഠിക്കുക. ഓരോരോ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും അതെ മുമ്പത്തെ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറിലും അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ അഭിപ്രായങ്ങളൊക്കെ എടുത്തിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ EVSല് മൂന്നാം ക്ലാസ്സിന്റെ EVSല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഇന്ന് നമ്മൾ അങ്ങോട്ട് ചറപറ അങ്ങോട്ട് പറയാൻ പോവാണ്. സെറ്റ് ആണോ? പവറായിട്ട് നിങ്ങൾ പഠിക്കാൻ റെഡിയായി നിൽക്കല്ലേ? റെഡിയല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോവുകയാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ടെക്നിയ വേൾഡ് ലിറ്റിലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഉടൻ തന്നെ പോയി ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. ആ സബ്സ്ക്രൈബ് ബട്ടണിൽ വലിയൊരു ബട്ടണാണ്. ആ ബട്ടൺ പോയിട്ട് ഞെക്കി അങ്ങോട്ട് പൊട്ടിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ, ബെൽ ബട്ടണൊക്കെ പോയിട്ട് ടിൻ അടിച്ചു കൊടുക്കുക. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ബെൽ ബട്ടണൊക്കെ പോയിട്ട് അടിച്ചു പൊട്ടിക്കൂ. സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയോ. ഓക്കെ. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഒക്കെ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്, അതിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാനുള്ളവരൊക്കെ അതിലൊക്കെ വന്നിട്ട് ജോയിൻ ചെയ്യുക. അതിലൊക്കെ നമ്മൾ വീഡിയോസ്, ഇതിന്റെ PDF കാര്യങ്ങളൊക്കെ സറാപ്പറ അയക്കുന്നതാണ് കേട്ടോ കൂട്ടുകാരെ. പാട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഞാനിവിടെ സൈഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾ റെഡിയാണോ? റെഡി. അപ്പൊ ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. ഒരു ഭാഗത്ത് മലയാളം മീഡിയവും ഒരു ഭാഗത്ത് ഇംഗ്ലീഷ് മീഡിയവും രണ്ടും കൂടെ നമ്മൾ പറയാൻ പോവുകയാണ്, മിക്സ് ആക്കുകയാണ്. ഓക്കെ. നമുക്ക് ഈ പാഠത്തില് ഈ ഒരു മക്കളെ, നമുക്ക് ഈ ഒരു EVSൽ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു 3 പാഠങ്ങളാണ്. ആദ്യത്തെ 3 പാഠങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാണുന്ന ഈ ഒരു ശരി ഇട്ടിരിക്കുന്ന ഈ ഒരു ആദ്യത്തെ 3 പാഠങ്ങളാണ് നമുക്ക് ഈ ഒരു EVSൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറേ ഭാഗങ്ങളുണ്ട് അല്ലെ? ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ നോക്കൂ. ഇവിടെ നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേബിൾ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അല്ലെ? ഒരു ടേബിൾ ഇവിടെ കാണുന്നുണ്ട് ഇല്ലേ? കാണുന്നില്ലേ? ഇവിടെ മരങ്ങള്, ചെറിയ ചെടികള്, വള്ളിച്ചെടികൾ അല്ലെ? ട്രീസ്, സ്മോൾ പ്ലാന്റ്സ്, ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗം പഠിക്കൽ നിർബന്ധമാണ്. അത് പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. അത് പരീക്ഷയ്ക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ഭാഗം എൻ്റെ മക്കൾ നന്നായിട്ടൊന്ന് നോക്കുക. ആ ടേബിൾ ഒന്ന് നന്നായിട്ട് പഠിക്കുക. ആ ടേബിളിലുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ പൂരിപ്പിച്ചല്ലേ? അപ്പൊ മരങ്ങൾ ഏതാണെന്ന് നമുക്ക് അറിയണം. മരങ്ങൾ ഏതാണെന്ന് അറിഞ്ഞുകൂടാത്തവരൊക്കെ ഉണ്ടോ? ആരും ഉണ്ടാവില്ല. മരങ്ങൾ അറിഞ്ഞുകൂടാത്തവരുണ്ടോ? ഇല്ലല്ലോ. ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. മരങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അവിടെ കാണുന്ന സ്മോൾ പ്ലാന്റ്സ് നമുക്ക് പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ ക്രീപ്പേഴ്സ്, വള്ളിച്ചെടികൾ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ് അല്ലേ? ഓക്കെ. അത് കഴിഞ്ഞ് അടുത്ത പേജിലേക്കൊക്കെ നോക്കുക. ഈ പാഠം മുഴുവൻ നമ്മൾ പഠിക്കേണ്ടതാണ് കേട്ടോ. പക്ഷേ എന്നാലും അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ പറയുന്നത് അല്ലേ? ഓക്കെ. ഈ ഒരു പേജിൽ നോക്കുക. ഇവിടെ നിങ്ങൾ പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ്, അതായത് പല നിറത്തിൽ കാണപ്പെടുന്ന പൂക്കളും ഉണ്ട്. അതേപോലെ തന്നെ പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഓഫ് ഓൺലി 1 കളർ, ഒരു നിറത്തിൽ മാത്രം കാണപ്പെടുന്ന പൂക്കളും ഉണ്ട് അല്ലെ? ആ ടേബിൾ ഒന്ന് നോക്കുക. ഇവിടെ കുറച്ച് ഉദാഹരണങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ആ ടേബിൾ നന്നായിട്ടൊന്ന് പഠിക്കുക. അപ്പൊ 2 ടേബിൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ 2 ടേബിളും നിങ്ങൾ എന്തായാലും പഠിക്കുക. 2 ടേബിളും പരീക്ഷയ്ക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ഭാഗം നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പോവുകയാണ്. നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? നമ്മൾ ഓരോന്ന് ഇങ്ങനെ നോക്കി പോവാണ്. ഇവിടെ ഒരുപാട് പൂക്കളെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അല്ലെ? ഇവിടെ തുമ്പപ്പൂവിനെ പറ്റി പറയുന്നുണ്ട്, റഫ്ലീഷ്യനെ പറ്റി പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഇല്ലേ? അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അത് കഴിഞ്ഞ് എവിടെ പോയി
അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും മുന്നോട്ട് പോവാണ്. അപ്പൊ ഇവിടെ നമ്മൾ ജീവനുള്ളവയും ജീവനില്ലാത്തവയും, ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും എന്ന് പറഞ്ഞ് നമുക്ക് അറിയാൻ പറ്റണം. നമുക്ക് ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും, എന്തൊക്കെയാണ് ജീവനുള്ള വസ്തുക്കൾ, എന്തൊക്കെയാണ് ജീവനില്ലാത്ത വസ്തുക്കൾ, ഇത് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ തന്നതുപോലെ തന്നെ, ഇവിടെ കാണുന്നത് പോലെ തന്നെ ഒരു ചിത്രത്തിൽ നിറച്ച് കുറെ സാധനങ്ങൾ അങ്ങോട്ട് തന്നിട്ട് അതിൽ നിന്ന് ജീവനുള്ളവയും ജീവനില്ലാത്തവയും എടുത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞാല് നമുക്ക് എഴുതാൻ വേണ്ടി കഴിയണം. അത് കഴിയോ എന്നൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങൾ സെറ്റാണ്, നിങ്ങൾ പവറാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊന്ന് പഠിക്കുക. അതേപോലെ തന്നെ ജീവനുള്ള വസ്തുക്കളുടെ പെക്യുലാരിറ്റീസ്, എന്തൊക്കെയാണ് ജീവനുള്ള വസ്തുക്കളുടെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് ജീവനില്ലാത്ത വസ്തുക്കളുടെ പ്രത്യേകതകൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് ഇല്ലേ. എന്നെ നിങ്ങൾ നോക്കി ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ പഠിക്കൽ നിർബന്ധമുള്ള കാര്യമാണ്. മനസ്സിലായോ? ജീവനുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ്, ജീവനില്ലാത്ത വസ്തുക്കൾ ഏതൊക്കെയാണ്, ജീവനുള്ള വസ്തുക്കളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ജീവനില്ലാത്ത വസ്തുക്കളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ഈ ടേബിൾ നിങ്ങൾ നിർബന്ധമാണ്, പഠിക്കൽ നിർബന്ധമുള്ള കാര്യമാണ്. പഠിക്കാണ്ട് പരീക്ഷയ്ക്ക് പോകണ്ട കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും പഠിക്കണേ. ഈ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, നിങ്ങളുടെ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും കൂടി നിങ്ങൾ പഠിക്കണം. ഓക്കെ, റെഡി? നമ്മൾ പോവാണ്, പിന്നെയും പോവാണ്. അതിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്ലവർ, ഫ്രൂട്ട്, ലീഫ്, സ്റ്റെം, ട്യൂബർ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വേറൊരു ടേബിളും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. മുരിങ്ങയുടെ ഇല, പൂവ്, കായ് എന്നിവ നാം ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു. എല്ലാ ചെടികളുടെയും എല്ലാ ഭാഗങ്ങളും നമ്മൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നുണ്ടോ? താഴെ കാണുന്ന പട്ടിക പൂർത്തിയാക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു പട്ടിക അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കുക. എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോക്കുക. അങ്ങനെ നമ്മൾ വീണ്ടും താഴോട്ടേക്ക് പോവുകയാണ്. വീണ്ടും താഴോട്ടേക്ക് പോകുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഓരോ യൂണിറ്റിലും, ഇത് മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിർബന്ധമുള്ള കാര്യമാണ്. ഓരോ യൂണിറ്റിലും ഓരോ പരീക്ഷണങ്ങൾ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു പരീക്ഷണം ചോദിക്കുന്നുള്ള കാര്യം 110% ഉറപ്പാണ്. പരീക്ഷണം ചോദിക്കും. പരീക്ഷണം അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു യൂണിറ്റിൽ നിങ്ങളോട് പരീക്ഷണങ്ങൾ നിങ്ങളോട് ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യുക? എൻ്റെ മക്കളെ, എല്ലാ യൂണിറ്റിലെ പരീക്ഷണങ്ങളും എന്ത് ചെയ്യുക? പഠിച്ചിട്ടേ പോവാൻ പാടുള്ളൂ. ഈ ഒരു യൂണിറ്റിൽ പരീക്ഷണം എന്ന് പറയുന്നത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗമല്ലേ പരീക്ഷണം എന്ന് പറയുന്നത്. ഈ ചെടിയും തണ്ടും എന്ന് പറഞ്ഞിട്ട് ഇല്ലേ, അതിന്റെ മുകളിലാണോ എവിടെയാത്? ഇതാ വേര് കാണാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പരീക്ഷണം പറയുന്നില്ലേ? ഇല്ലേ, ഇവിടെ ഒരു പരീക്ഷണം പറയുന്നില്ലേ? ആ പരീക്ഷണം എന്ത് ചെയ്യുക? മക്കളൊന്ന് നോക്കുക. അതേപോലെ തന്നെ വേര് പറയുന്ന ഒരു സംഭവം ഉണ്ട് അല്ലെ. ചെടികളെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നതാണ് വേരുകള്. അതേപോലെ തന്നെ തണ്ട് എന്തിനാണ്, അതേപോലെ തന്നെ ഇല എന്തിനാണ്, ഇതിന്റെയൊക്കെ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കണം. ലീഫ് എന്തിനാണ്, സ്റ്റെം എന്തിനാണ്, അതേപോലെ തന്നെ റൂട്ട് എന്തിനാണ്, ഇതൊക്കെ നമുക്ക് അറിയേണ്ട കാര്യമാണ്. നിർബന്ധമാണ്, അറിയേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പല ചോദ്യ പേപ്പറിലും നിങ്ങൾക്ക് ഇത് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഒരു ചെടിയുടെ ഒരു ഭാഗം തന്നിട്ട് അത് നമ്മളോട് ഫില്ല് ചെയ്യാൻ വേണ്ടി പറയും. ചെടിയുടെ ഭാഗങ്ങൾ അങ്ങോട്ട് തരും അവർ തന്നിട്ട് അവരെ പറയും, എഴുതിക്കോളി മക്കളെ, എന്താണ് ഇത് എന്താണ്, ഇതിൽ ഇല ഏതാണ്, ഇതിൽ വരയല്ല ഇല ഏതാണ്, ഇതിൽ വേറെ ഏതാണ്, ഇതിൽ തണ്ട് ഏതാണ്, ഇതിൽ പൂവ് ഏതാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ചോദ്യമായിരിക്കും. അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ അറിയണം. അപ്പൊ ആ ചിത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോക്കുക. ആ ചിത്രം നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അത് എന്തായാലും പരീക്ഷയ്ക്ക് വരും. അതേപോലെ തന്നെ ഇതാ താഴെ ഇതാ ഇവിടെ ഒരു സംഭവം മാർക്ക്. നമ്മുടെ ആക്ടിവിറ്റീസിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. ഇവിടെ ഉണ്ടോ? പാർട്ട് ഓഫ് ദ പ്ലാന്റ് ദാറ്റ് ക്യാൻ ബി കോൾഡ് ഇറ്റ്സ് കിച്ചൺ അല്ലെ. അത് ഏതാണ്? ലീഫാണ് അല്ലെ. കിച്ചൺ എന്ന് പറയുന്നത് ലീഫാണ്. ഈ ഒരു ഭാഗങ്ങൾ എന്ത് ചെയ്യുക? അതുപോലെ ആ ടാബിളും ഒക്കെ എന്ത് ചെയ്യുക? നന്നായിട്ടൊന്ന് നോക്കുക. അതേപോലെ തന്നെ തുടർ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ പഠിക്കേണ്ട നിർബന്ധമുള്ള കാര്യമാണ്. പഠിക്കാണ്ട് പരീക്ഷയ്ക്ക് പോകണ്ട. പഠിക്കുന്ന ഇതിപ്പോ ഞാൻ പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് വന്നിട്ടില്ല എങ്കിൽ ഇപ്പൊ നിങ്ങൾ പറയും, സാറ് കുറെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു പോയിട്ടുണ്ട്, എന്നിട്ട് പരീക്ഷയ്ക്കൊന്നും വന്നിട്ടില്ലല്ലോ. പക്ഷെ വന്നിട്ടില്ലെങ്കിലും അത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുകയും നമുക്കൊന്ന് പഠിക്കുകയും ചെയ്തുകൂടാ. അടുത്ത ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ടീച്ചർ എന്തെങ്കിലും യൂണിറ്റ് ടെസ്റ്റ് ഇട്ടാൽ നമുക്ക് എഴുതിക്കൂടെ? അല്ല, അടുത്ത പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, അതിന് വന്നാൽ എഴുതിക്കൂടെ? പഠിച്ചത് കൊണ്ട് ഒന്നും സംഭവിക്കൂല. പഠിക്കാണ്ട് പോയാലോ അഥവാ വന്നാലോ അതിന് വട്ടക്കുമ്പളങ്ങ വാങ്ങേണ്ടി വരും ഇല്ലേ. ഈ പ്രാവശ്യം പരീക്ഷയ്ക്ക് എല്ലാവരും EVS എന്ന് പറഞ്ഞാൽ ഐറ്റാവിലെ സംഭവം വലിയ എന്തോ സംഭവം എന്നല്ല. നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പഠിച്ചിട്ട് ഫുള്ള് മാർക്ക് വാങ്ങാൻ പറ്റുന്ന സംഭവമാണ് EVS എന്ന് പറയുന്നത്. അപ്പൊ EVS നമുക്ക് എല്ലാവർക്കും ഫുള്ള് മാർക്ക് കിട്ടുന്ന കാര്യം ഉറപ്പാണ് അല്ലേ. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മോട് പഠിച്ചാൽ മതി. അടുത്ത പാഠത്തിലേക്ക് പോവാണ്. കൂടുതൽ കുടുകുടു ഗ്ലൂ ഒന്നും പറയുന്നില്ല. അടുത്ത പാഠത്തിലേക്ക് പോവാണ്.
ഒഴിയാന മുതൽ കൊമ്പനാന വരെ എന്ന് പറയുന്ന അടുത്തൊരു പാഠത്തിലേക്ക് നമ്മൾ പോകുന്നു. ഈ ഒരു പാഠത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓരോരോ സംഭവങ്ങളെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വളർത്തുന്നുണ്ട്, ഓരോ ജീവികളെ വളർത്തുന്നുണ്ട്. എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ ജീവികളെ വളർത്തുന്നത് അല്ലേ? പാലിന് വളർത്തുന്നവയുണ്ട്, മുട്ടയ്ക്ക് വളർത്തുന്നവയുണ്ട്, മാംസത്തിന് വളർത്തുന്നവയുണ്ട്, കൗതുകത്തിന് വളർത്തുന്നവയുണ്ട് അല്ലേ? ഫോർ മിൽക്ക്, ഫോർ എഗ്, ഫോർ മീറ്റ്, അതുപോലെ തന്നെ പെറ്റായിട്ട് വളർത്തുന്നവയുണ്ട്. ഇതൊക്കെ ഏതാന്നുള്ളത് നമുക്കറിയാം ഇല്ലേ? ഏതാന്നുള്ളത് നമുക്കറിയാം. ഏറ്റവും വലിയ സംഭവം എന്നല്ല, അതൊന്നും പഠിക്കാന്ന് വിചാരിച്ച് പഠിക്കാനുള്ള സംഭവം ഒന്നും അതില്ല ഇല്ലേ? ഇതൊക്കെ കണ്ടാൽ നമുക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കുക, അതൊക്കെ നോക്കുക, അത് മറന്നുപോകാതെ നോക്കണം. അതേപോലെ തന്നെ ഇവിടെ കുറച്ച് ജീവികളെ പറ്റിയിട്ട്, ഇര പിടിക്കുന്ന ജീവികൾ അധിക പരീക്ഷക്കും വരുന്നതാണ്. ഇര പിടിക്കുന്നത് എങ്ങനെയാണ് ഇവർ ഇര പിടിക്കുന്നത്? ടെക്നിക്സ് ടു ക്യാച്ച് പ്രേ. എങ്ങനെയാണ് ഇവർ ഓരോരോ ജീവികൾക്ക് ഇര പിടിക്കാൻ ഓരോരോ ടെക്നിക്കുകൾ ഉണ്ട് ഇല്ലേ? ഓരോ ടെക്നിക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ സൃഷ്ടിച്ച ആൾ അതിന് കൊടുത്തിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദിക്കും. അതുകൊണ്ട് എൻ്റെ മക്കൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു പേജിൽ ഇവിടെ കാണുന്ന ഈ ഒരു കാര്യങ്ങള് നിങ്ങൾ പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകാൻ പാടില്ല. ഇര പിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പഠിക്കൽ നിർബന്ധമാണ്. അതേപോലെ തന്നെ ഇതിന്റെ തൊട്ടു മുകളിൽ ആഹാര രീതി അനുസരിച്ച് ജീവികളെ എന്തൊക്കെയായി തിരിക്കുന്നുണ്ട്? ആ മാംസാഹാരികളുണ്ട്, സസ്യാഹാരികളുണ്ട്, മിശ്രാഹാരികളുണ്ട് അല്ലെ? ഇവിടെ ഹെർബിവോസസ് ഉണ്ട്, കാർണിവോസസ് ഉണ്ട്, അതേപോലെ തന്നെ ഓംനിവോസസ് ഉണ്ട്. അത് എന്താണ് എന്നുള്ളത് വിശദമായിട്ട് അങ്ങോട്ട് പഠിച്ചോളി. പരീക്ഷയ്ക്ക് വന്നാൽ എഴുതാം. ഈ പാഠത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. സസ്യാഹാരം കഴിക്കുന്നവരുണ്ട്, മാംസാഹാരം കഴിക്കുന്നവരുണ്ട്, മിശ്രാഹാരം കഴിക്കില്ലേ? സസ്യ ബുക്ക്, മാംസ ബുക്ക്, മിശ്ര ബുക്ക് അല്ലെ? ഈ സംഭവങ്ങളുണ്ട്. ഇത് പഠിക്കൽ നിർബന്ധമാണ്. അതേപോലെ തന്നെ പലതരത്തിലുള്ള ജീവികളുണ്ട്. ഈ ജീവികൾ എങ്ങനെയൊക്കെയാണ് ഇര പിടിക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. ഇങ്ങനെയാണ് ഇര പിടിക്കുക നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. പഠിച്ചോളി, പരീക്ഷയ്ക്ക് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ. അതേപോലെ തന്നെ രക്ഷപ്പെടാൻ ഡിഫറെന്റ് ടെക്നിക്സ് ടു എസ്കേപ്പ്. എങ്ങനെയൊക്കെ നമുക്ക് രക്ഷപ്പെടാം? ഓരോ ജീവികൾക്ക് ഓരോരോ രീതിയിലാണ് ഓരോ ജീവികൾ രക്ഷപ്പെടുന്നത്. നമ്മൾ നന്നായിട്ട് ഈ പാഠം പഠിച്ചതാണ്. നിങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചതായിരിക്കും. അതുകൊണ്ട് ഈ പേജിലുള്ള കാര്യം ഡിഫറെന്റ് ടെക്നിക്സ് ടു എസ്കേപ്പ്. എങ്ങനെ, ഏതൊക്കെ വിധത്തിൽ നമുക്ക് ചാടിയിട്ടാണോ, ഓടിയിട്ടാണോ, മലന്നിട്ടാണോ, എങ്ങനെ? നമ്മളല്ലല്ലോ, ഈ ജീവികളാണല്ലോ അല്ലെ? ജീവികൾ എങ്ങനെയൊക്കെയാണ് രക്ഷപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം, നിർബന്ധമാണ്. കേൾക്കണം. ഓക്കെ, ബോറടിച്ചിട്ടൊന്നും കാര്യമില്ല. ഇത് പഠിക്കണ നിർബന്ധ. അതേപോലെ തന്നെ മക്കളെ ഇവിടെ ഇഴയുന്നവരുണ്ട്, നടന്നു പോകുന്നവരുണ്ട്, അതേപോലെ തന്നെ പറക്കുന്നവരുണ്ട് ഇല്ലേ? ഇതൊക്കെ നമുക്ക് അറിയുന്നതല്ലേ? ജീവികളെ തന്നാൽ അതിൽ ഇഴയുന്ന ജീവികൾ ഏതാണ്, പറന്നു പോകുന്ന ജീവികൾ ഏതാണ്, നടക്കുന്നവർ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റൂലേ? ഈസി ആയിട്ട് എഴുതാൻ പറ്റൂലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. അതിൻ്റെ വലിയ സംഭവമൊന്നുമല്ല ഇല്ലല്ലോ. ആ ടേബിൾ വന്നാൽ അങ്ങോട്ട് പഠിക്കേണ്ടതാണ്. ആ ടേബിളും പഠിക്കേണ്ടതാണ്. ആ ടേബിൾ നമ്മൾ പഠിക്കൂലേ? ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പോവാണ്. ഇവിടെ ഇതിന്റെ മാച്ച് ചെയ്യാൻ നാലാമത്തെ ഒരു പ്രവർത്തനം ഇവിടെ കാണുന്നില്ലേ? മാച്ച് ചെയ്യാനുള്ളത് ചിത്രങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് ജീവിയുടെ പേരെഴുതൂ. കഴുകന്റെ ഏതാണോ പരുന്തിന്റെ ഏതാണോ അതിന് നേരെ വരച്ചു കൊടുക്കുക. അതേപോലെ തന്നെ അടുത്തത് അതിന് നേരെ വരച്ചു കൊടുക്കുക. ഈ കാര്യം ഒന്ന് നോക്കുക. പരീക്ഷക്കൊന്നും എഴുതണ്ടേ? ഓക്കെ. ആ കാര്യം ഒന്ന് നോക്കുക. അതേപോലെ തന്നെ നമ്മൾ വെള്ളം നമ്മുടെ ജീവിതാമൃതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിനെ പറ്റിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. സോഴ്സസ് ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ ഉറവിടങ്ങൾ എവിടെയൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിക്കണം അല്ലെ? വെള്ളത്തിന്റെ സോഴ്സസ് ഓഫ് വാട്ടർ എവിടെയാണെന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് അല്ലേ? അതായത് കിണർ, കുളം, തോട്, പുഴ, കായല്, തടാകം, ഇതൊക്കെ നമുക്ക് അറിയേണ്ട കാര്യമാണ്. ഇതിന് എന്തെങ്കിലും വന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. അതേപോലെ തന്നെ വെള്ളം എന്തൊക്കെ ആവശ്യങ്ങളാണ് വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നത്? കുക്കിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്, വാഷിംഗ് വെഹിക്കിൾസ് ഉപയോഗിക്കുന്നുണ്ട്, വാഷിംഗ് ക്ലോത്ത്സ്, അതുപോലെ തന്നെ വാട്ടറിങ് പ്ലാന്റ്സ് ഇല്ലേ? ചെടികൾ നനയ്ക്കുന്നതിന്, വസ്ത്രം കഴുകുന്നതിന്, പാചകത്തിന്, പാത്രം കഴുകുന്നതിന്. കൈ കുത്തിപ്പോയി, സാറിന്റെ കൈ ഇവിടെ കുത്തിപ്പോയി.
ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം മക്കളെ, പഠിക്കൽ നിർബന്ധമാണ്. അത് പഠിക്കൽ നിർബന്ധമാണ്. അതേപോലെ തന്നെ ജലം അമൂല്യമാണ്. വെള്ളം എവിടെയൊക്കെയാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് അല്ലെ, ടാങ്ക് പിന്നെ നിറഞ്ഞൊഴുകുമ്പോ പൈപ്പ് പൊട്ടും പോലെ, ലീക്കിംഗ് ടാപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു ഭാഗമില്ലേ, ജലം അമൂല്യമാണ്, വെള്ളം പാഴായി പോകുന്ന അവസരങ്ങൾ, അതൊക്കെ ജസ്റ്റ് ഒന്ന് ആ പാഠത്തിലൊന്ന് നോക്കുക. അതേപോലെ തന്നെ ഈ പാഠത്തിൽ ഒരു പരീക്ഷണം പറയുന്നുണ്ടല്ലോ ഇല്ലേ, ഈ പരീക്ഷണവും ജസ്റ്റ് ഒന്ന് നോക്കുക. 3 പാഠത്തിലും 3 പരീക്ഷണങ്ങൾ പറയുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. 3 പരീക്ഷണങ്ങളും എന്തായാലും നോക്കുക. ആ പരീക്ഷണം പരീക്ഷയ്ക്ക് വന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. പരീക്ഷണം പഠിക്കാണ്ട് ആരും പോകണ്ട, പരീക്ഷണങ്ങൾ വരും. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നോക്ക്, കിണർ വല കൊണ്ട് മൂടിയിട്ടുണ്ടോ, കിണറിന് ആൾമറയുണ്ടോ, ഒരു കിണറിനെ നമ്മൾക്ക് എങ്ങനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി പറ്റും അല്ലെ. ഈ ഒരു ഭാഗത്ത് പറയുന്ന, ഈ ഒരു ശരിയിട്ട ഈ ഒരു ഭാഗത്ത് പറയുന്ന ഈ ഒരു ഭാഗം എന്തായാലും പഠിക്കണം വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഒരു ഭാഗം പഠിക്കാണ്ട് പോകേണ്ട പരീക്ഷയ്ക്ക്. ഓക്കെ, റെഡി. അപ്പോ അത് കഴിഞ്ഞ് ഇതാ ഇവിടെ ഒരു പരീക്ഷണം പറയുന്നുണ്ടല്ലോ. ഇത് ഈ പാഠത്തിലെ പരീക്ഷണമാണ് അല്ലേ ഏതാ, മുച്ചട്ടി അരിപ്പ അല്ലെ, ഈ പാഠത്തിലെ പരീക്ഷണം അല്ലേ. അതും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കുക. ആ പാഠത്തിലെ പരീക്ഷണം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കുക. കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ഇത്രയേ ഉള്ളൂ. ഈ ഒരു 3 പാഠത്തിലും അടുക്കി പറിച്ച് എന്തോ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഭയങ്കര എന്തോ സംഭവമാക്കിയിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കാണ്ട് ആരും പരീക്ഷയ്ക്ക് പോകണ്ട. ഈ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ പഠിക്കുക. അതിന് പുറമെ നിങ്ങളെ ടീച്ചേഴ്സ് പറഞ്ഞത്, നിങ്ങളെ മറ്റുള്ള ആളുകൾ പറഞ്ഞത്, നിങ്ങൾക്ക് ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ടൊക്കെ ഉണ്ടാവില്ലേ, സ്കൂളിൽ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളെ പാരന്റ്സ് പറയുന്നുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചോളി. അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളും കൂടെ നിങ്ങൾ എന്തായാലും പഠിക്കുക. പരീക്ഷയ്ക്ക് നമുക്ക് എല്ലാവർക്കും ഫുള്ള് മാർക്ക് വാങ്ങണം മക്കളെ. വാങ്ങണ്ടേ? എല്ലാവർക്കും ഫുള്ള് മാർക്ക് വാങ്ങണം. വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാനൊക്കെ മറന്നു പോകുന്നുണ്ട്, കുറെ ആൾക്കാരോടൊക്കെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. ലൈക്ക് ഒന്നും ചെയ്യാണ്ട് ഇതിന് ലൈക്ക്, സാറിന് എന്തിനാ ലൈക്ക്, സാറിന് ലൈക്കിന്റെ ആവശ്യമൊന്നുമില്ല. സാറിനല്ലേ തന്നെ ഒരുപാട് ആൾക്കാർ ലൈക്ക് ഇടുന്നുണ്ട്, പിന്നെ എൻ്റെ എന്തിനാ ലൈക്ക്? നിങ്ങൾ ലൈക്ക് വേണം. നിങ്ങൾ ഓരോ ലൈക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും ഇങ്ങനെ ക്ലാസ് എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ലൈക്ക് കൂടുതലനുസരിച്ച് എനിക്കൊരു ഇൻട്രസ്റ്റ് അല്ലേ ക്ലാസ് എടുക്കാൻ അല്ലേ. അപ്പൊ നിങ്ങൾ ഓരോ ലൈക്ക് നിങ്ങൾ ഇടുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ ആൾക്കാരുണ്ട്. എന്താണ് ഒരു സബ്സ്ക്രൈബ് ചെയ്താൽ, ഒരു സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ചെയ്തുകൂടെ? ഒരു സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്യും. എല്ലാവരും കൂടി ഒരു സബ്സ്ക്രൈബ്, എല്ലാവരും ഓരോരോ സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്യും. കോട്ടെ, ഇത് സബ്സ്ക്രൈബ് ചെയ്ത് അടിപൊളിയാക്കി. അടുത്ത നല്ലൊരു വീഡിയോയുടെ വീണ്ടും കാണാം. അതുവരെയും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ചക്കര മക്കൾക്കും ബൈ. See you.